പ്രിയമുള്ളവരെ, ഇത്തിരി വെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന വിളവ് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന കോവല. ഇതൊരു 4 വർഷമായ കോവൽ ചെടിയാണ്. അത് ഓരോ വർഷവും നമുക്ക് ഇഷ്ടം പോലെ കോവൽ, അത് നീളമുള്ള കോവലാണ്. ഇതിനകത്ത് നിൽക്കുന്ന നല്ല നീളമുള്ള കോവലാണ്. ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള കോവലാണ്. ചിലത് നമ്മുടെ റൗണ്ട് ഷേപ്പാണ്. ഇതാണെങ്കിൽ നല്ല നീളമുള്ള കോവലാണ്. അത് കുറച്ചൊക്കെ ഉണങ്ങി വെയിലായതുകൊണ്ടാണ് ഉണങ്ങിയത്. പക്ഷെ എന്നാലും താഴേന്ന് ഞാൻ ടെറസിന്റെ മുകളിലേക്ക് പടർത്തിക്കൊണ്ട് വന്ന കോവലാണ്. അതിന്റെ വിളവെടുപ്പാണ് ഈ കാണിക്കുന്നത്. കോവല് ഇത് എനിക്ക് കിലോ കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അയൽക്കാർക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കിട്ടുമ്പോൾ നിറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ്. കണ്ടുപിടിച്ച് പറിക്കേണ്ടതായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങി. എന്നാലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിറച്ച് ഇത് പിടിക്കുന്നുണ്ട്. ഇതാ ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ 1 കിലോയിൽ കൂടുതലായി. അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുകയാണ്. വലിപ്പം നല്ല വലിപ്പമാണ്. പച്ചയ്ക്ക് തിന്നാനും നല്ലതാണ്. നല്ല നല്ല ചെറിയ പിഞ്ചൊക്കെ നമുക്ക് പച്ചയ്ക്ക് കടിച്ച് തിന്നാം. ഷുഗർ പേഷ്യന്റിനൊക്കെ നല്ലതാണ്. ചെറുതൊക്കെ നമുക്ക് നല്ല കടിച്ച് കറുമുറ നല്ല ടേസ്റ്റാണ്. രാവിലെ നമ്മൾ വന്നിട്ട് വളരുമ്പം 2-3 മുറ്റാത്ത 2 പറിച്ചു തിന്നാം. നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. ജൈവവളം മാത്രം ഇട്ടാണ് ഇതിനെല്ലാം ഞാൻ വളർത്തിയേക്കുന്നത്. നമ്മുടെ വീട്ടില് ഒരു കോവൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. നല്ല കോവലാണ്. ഈ കോവൽ വെച്ച് പിടിപ്പിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷം ഇല്ലാത്തതായ നല്ല വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെക്കുവാനായിട്ട് കഴിയും. അത് നമുക്ക് കഴിക്കുവാനായിട്ട് കഴിയും. വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കഴിക്കാം. നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ 2 ആപ്പിളിന്റെ പ്ലാന്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. അതിനകത്ത് ഒരു മൊട്ട് വരാനായിട്ടുള്ള ലക്ഷണമുണ്ട്. നേരത്തെ ഒരു ആപ്പിൾ ചെടി ഇത് ഒന്ന് പൂത്തതാണ്, പക്ഷെ കായ് പിടിച്ചിട്ടില്ല. ഇതിനെ ഞാൻ ഇങ്ങനെ ഷെയ്ഡിന്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ വളരുന്നുണ്ട്. നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ മേടിച്ചോണ്ട് വെച്ചതാണ്. മിറാക്കിൾ ഫാമിൽ നിന്നാണ് ഇത് മേടിച്ചോണ്ട് വെച്ചത്. ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണ് കൂടുതലും നടത്തുന്നത്. അതിൽ പുതിയ പുതിയ ഫലവൃക്ഷങ്ങൾ വയ്ക്കുമ്പോൾ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒരു 10 എണ്ണം പരീക്ഷിക്കുമ്പോൾ ഒരു 2-3 എണ്ണമാണ് വിജയിക്കുന്നത്. എന്നാലും ഞാൻ പരാജയപ്പെടാറില്ല. വിജയം വരെയും പടവരുതെന്ന് പറയുന്ന കണക്ക് ഞാനിങ്ങനെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വിനോദമാണിത്. എനിക്കൊരു മനസ്സിന് സന്തോഷമാണ്. നിങ്ങൾ ഓരോരുത്തരും കൃഷിയെ സ്നേഹിക്കണം, കരുതണം. അതിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെയും അത് സ്നേഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ അതുകൊണ്ട് എപ്പോഴും കൃഷി
ഒരു അരമണിക്കൂർ നേരം 1 മണിക്കൂർ നേരം നിങ്ങൾ കൃഷിക്ക് വേണ്ടി, നമ്മുടെ അടുക്കള കൃഷിക്ക് വേണ്ടി ഇങ്ങനെ നമുക്ക് വേണ്ടി വിനിയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓരോ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞാൻ എൻ്റെ യൂട്യൂബായിട്ട് നിങ്ങളെ സമീപിക്കും. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. അത് നിങ്ങൾക്കൂടെ ഒരു പ്രോത്സാഹനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.